ബെസ്റ്റിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയ 5 വിദേശ താരങ്ങൾ. വിത്ത് ദി ബോൾ ട്വൈസ് ഭയങ്കര പക്വതയുള്ള പെർഫോമൻസ് ആണ് ഈ കഴിഞ്ഞ ട്രെയിനിങ് ക്യാമ്പിലും ഒപ്പം കഴിഞ്ഞ ഫ്രണ്ട്ലി മാച്ചസിലൊക്കെ ഇവർ കാഴ്ചവെച്ചിട്ടുള്ളത്. ISL വരുമ്പോൾ കോമ്പറ്റീറ്റീവ് പാത്താണ്, അവിടെ ഇവർ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിലാണ് കാര്യം. എന്നതുകൊണ്ട് തന്നെ ഓൾറൗണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡ് വെച്ചിട്ട് നമുക്കൊരു മികച്ച ഒരു 11 തയ്യാറാക്കാം. അതായത് അടുത്തൊരാഴ്ച നടക്കാൻ പോകുന്ന ISL സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ ആദ്യ ലെവലിൽ ഇറങ്ങാൻ സാധ്യതയുള്ള താരങ്ങളെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ മോഹൻ ബഗാനും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ആദ്യത്തെ ഒരു മത്സരത്തിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളും കാര്യങ്ങളും പറയുന്നതിനിടക്ക് വെച്ച് തന്നെ നമ്മൾ ഈ പോസിബിൾ ലൈനപ്പും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ സെപ്പറേറ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാത്രം ലൈനപ്പും കാര്യങ്ങളും ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. വെൽക്കം ബാക്ക് ടു സെനിക്സ് ഫുട്ബോൾ. വീഡിയോ കിടക്കണേക്കാട്ട് മുമ്പ് നമ്മുടെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന 80-90% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. ദയവീത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ആരംഭിച്ചിട്ട് കുറച്ച് നാളുകൾ മാത്രമായിട്ടുള്ളൂ. ഇതിനിടയിൽ തന്നെ ചരിത്ര പ്രശസ്തമായിട്ടുള്ള അംഗീകാരത്തിലേക്കാണ് നമ്മളുടെ ഈ ഒരു ചാനൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ടും പിന്തുണ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പ്രത്യേകം ഇവിടെ വിശേഷിപ്പിച്ച് പറയുകയാണ്. ഇനിയും തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സപ്പോർട്ടുകൾ തന്നെയാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതൊക്കെ ഇവിടെ അത് പറഞ്ഞുകൊണ്ടിരുന്ന് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾ കൂടെ കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു 11 വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാല നമുക്കറിയാം കഴിഞ്ഞ സൂപ്പർ കപ്പിലൊക്കെ മെയിൻലി ഫോളോ ചെയ്തിട്ടുള്ള ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-2-3-1 എന്നൊരു ഫോർമേഷനിലാണ്. ഈ ഒരു ഫോർമേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അത്ര അഡ്ജസ്റ്റീവ് ആവാതെ ഭയങ്കര വിട്ടെടുത്ത് കളിക്കാൻ പറ്റിയ ഒരു ഫോർമേഷനാണ് ഈ ഒരു 4-2-3-1 എന്നൊരു ഫോർമേഷൻ. ഈ ഒരു ഫോർമേഷനിലുള്ള ഗെയിം പ്ലാനുകളിലൊക്കെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾ എടുക്കേണ്ടി വരുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡർമാർക്കാണ്. അപ്പോൾ ഈ ഒരു ഫോർമേഷനിലും അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇൻവൈസ് റോൾ എടുക്കാൻ സാധ്യത കൽപ്പിക്കുന്ന 2 ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരാണ്, ഒന്ന് റൗളിംഗ് ബോർജസും മറ്റൊന്ന് വിപിൻ മോഹനനും. അതിലേക്കൊക്കെ നമുക്ക് ഡീപ്പായിട്ട് വരാം. അതിന് മുമ്പ് നമുക്ക് ഓവറോൾ ആ ഒരു 11 ഓരോന്നായിട്ട് പരിശോധിക്കാം. ഗോൾ കീപ്പറായിട്ട് മലയാളി ഗോൾ കീപ്പർ നമ്പർ 1 ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് നോറ ഫെർണാണ്ടസിനെ ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പോൾ നോറ ഫെർണാണ്ടസ് കൂടി പോയ സ്ഥിതിക്ക് ഇനി എന്തായാലും ഉറപ്പിച്ചു അവിടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആവാൻ പോകുന്നത് സച്ചിൻ സുരേഷ് തന്നെയാണ്. ഒരു സമയങ്ങളിലൊക്കെ സച്ചിൻ സുരേഷിൻ്റെ ബെസ്റ്റ് എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള പരിക്കുകൾ കൊണ്ട് തന്നെ അദ്ദേഹം പതിയെ ഫോം ഔട്ട് ആകുകയാണ് പിന്നീട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരുപാട് ടൈം എടുത്തിപ്പോൾ റിക്കവറിയായി ഇദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഔട്ട്പുട്ട് ഇദ്ദേഹത്തിന് പുറത്തെടുക്കാൻ കഴിയേണ്ട ഒരു സമയമായിട്ടുണ്ട്. അതിനിപ്പോൾ വേണ്ട സമയത്ത് എവിടെയാണെന്ന് കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ മടങ്ങി വരവ്. ഇനി നേരെ സെൻട്രൽ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഗുനിയ താരമായിട്ടുള്ള ഉമർ ബായും ഒപ്പം ഇന്ത്യൻ ഇന്റർനാഷണൽ ബികാഷ് ഷുംനാമുമാണ്. പിന്നിപ്പോൾ ഉമർ ബായെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ ഇദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നും തന്നെ എനിക്ക് പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വിക്കിപീഡിയ പ്രൊഫൈലോ കാര്യങ്ങളോ ഒന്നുമില്ല. യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മാച്ച് ഹൈലൈറ്റ്സ് വീഡിയോ ഒന്നും തന്നെ എവിടെയും ഒരിടത്തും കാണാനില്ല. പിന്നെ ബ്ലാസ്റ്റേഴ്സ് എന്തടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ടീമിൽ എത്തിച്ചതെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയാൻ പാടില്ല. എന്തൊക്കെയാണെങ്കിലും പ്രതിരോധ നിരയിൽ ബികാഷ് ഷുംനാമും ഒമർ ബായും തമ്മിലുള്ള മികച്ചൊരു കെമിസ്ട്രി മാത്രം വർക്കൗട്ടായാൽ മതി എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇനി വിങ് ബാക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണുകളിലൊക്കെ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്ന 2 താരങ്ങളാണ്. ഒന്ന് ഐബാൻ ഡോഗ്ലിങ്ങും മറ്റൊന്ന് നമ്മുടെ മലയാളി താരമായിട്ടുള്ള ഷെഹീഫും. ലെഫ്റ്റ് വിങ് ബാക്കിൽ ഷെഹീഫ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കഴിഞ്ഞ സൂപ്പർ കപ്പിലൊക്കെ ഉടനീളം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പന്ത് കാലിലെടുത്ത് ക്യാരി ചെയ്ത് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് കളിക്കുന്നതിൽ ഷെഹീഫിന് വലിയൊരു പങ്ക് തന്നെയുണ്ട്. ഒരു ഡീപ്പ് ലൈയിങ് മൊമെൻറ്റ്സ് ഒക്കെ ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഷെഹീഫിനെ ഒരു ഫസ്റ്റ് 11 പ്ലെയർ ആയിട്ട് നമുക്ക് പരിഗണിച്ചേ മതിയാവും. റൈറ്റ് വിങ്ങിൽ നമുക്കറിയാം വേറൊരു ഓപ്ഷൻ ഇല്ല. അവിടെ നമുക്ക് അമീർ അനാവഡെ ആയിരുന്നു ഇതുവരെ നമ്മൾ ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അമീർ അനാവഡെ പോയതോടെ തന്നെ മറ്റൊരു ഓപ്ഷൻ സന്ദീപ് സിംഗ് തന്നെയാണ്. അപ്പോൾ സന്ദീപ് സിംഗ് ഒരു പക്ഷേ 11 ഉണ്ടാകും എന്നുള്ളൊരു കാര്യം നമുക്ക് സംശയമാണ്. പക്ഷേ ഇദ്ദേഹം സബിൽ തീർച്ചയായിട്ടും ഉണ്ടാവാം. ഒരിക്കലും നമുക്ക് സന്ദീപ് സിംഗിനെ ഇന്ന കാരണം കൊണ്ട് കുറ്റപ്പെടുത്താനോ പഴിചാരാനോ ഒന്നും കഴിയില്ല. കാരണം ഇന്ന് ബ്ലാസ്റ്റേഴ്സ് നിരയിൽ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിൽ ഏറ്റവും അധികം പരിചയസമ്പത്തുള്ള സീനിയോറിറ്റി ഉള്ളൊരു താരം അതിന്ന് സന്ദീപ് സിംഗ് തന്നെയാണ്. മനുഷ്യനാണ്, പല സമയത്തും പല സിറ്റുവേഷനിൽ എപ്പോൾ വേണമെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വരാം. അത് വെച്ചിട്ട് നമുക്ക് ഒരു ലൈഫ് ടൈം അതങ്ങനെ തന്നെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സന്ദീപ് സിംഗിൻ്റെ ബെസ്റ്റ് എന്താണെന്ന് ഒരു സമയങ്ങളിലൊക്കെ നമ്മൾ നെഞ്ചിലേറ്റിയ താരം തന്നെയായിരുന്നു സന്ദീപ് സിംഗ്. ഇപ്പോൾ എക്സാമ്പിൾ ഹൂപ്പറിൻ്റെ സീസൺ പറയുകയാണെങ്കിലും കിബു വിക്കുന സീസണൊക്കെ സന്ദീപ് ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. അതുമാത്രമല്ല ഇവാൻ കോച്ച് വന്നപ്പോഴും സന്ദീപ് സിംഗിൻ്റെ അസിസ്റ്റുകളിൽ നിന്ന് എത്ര ഗോളുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്.
സംഭവമൊക്കെ ശരിയാണ്. 2 അൺവാണ്ടഡ് ഫൗൾസ് കമ്മിറ്റ് ചെയ്ത് 2 യെല്ലോ കാർഡ് വാങ്ങി അതിനെ തുടർന്ന് ആ കളി പരാജയപ്പെടുകയും ഒപ്പം സൂപ്പർ കപ്പ് ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് നഷ്ടമാവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് നമ്മൾ ആരാധകരുടെ കണ്ണി നോക്കുമ്പോൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് ആ ഒരു കാര്യം. പക്ഷേ ഇൻ ദി ഫീൽഡ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ എക്സ്പേർട്ടാണ് സന്ദീപ് സിംഗ്. ഓക്കെ, 4-2-3-1 എന്ന ഫോർമേഷനിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ക്രൂഷ്യൽ റോൾ വഹിക്കാൻ പോകുന്ന 2 താരങ്ങളാണ്. ഒന്ന് റൗളിൻ ബോർജസും മറ്റൊന്ന് വിപിൻ മോഹനും. നമുക്ക് വിപിൻ മോഹനിൽ നിന്ന് തന്നെ വരാം. ബ്ലാസ്റ്റേഴ്സിന്റെ കുറച്ച് സീസണുകളിലായിട്ടൊക്കെ വളരെയധികം സാന്നിധ്യമുള്ള ഒരു താരമാണ് മലയാളി താരം വിപിൻ മോഹനൻ. ടീമിന് വേണ്ടി അത്രയധികം ആത്മാർത്ഥതയോടെ കളിക്കുന്ന ഒരു കളിക്കാരൻ. വലിയ മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഭയങ്കര പക്വതയോടെയുള്ള ഒരു പെർഫോമൻസ് ആണ് ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ നിന്നും ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് വിപിൻ മോഹനൻ തരുന്നത്. വിപിൻ മോഹനനാണെങ്കിൽ പന്ത് കളക്ട് ചെയ്ത് മിഡ് പോയിന്റിലേക്ക് ഉള്ളിലേക്ക് ചെന്ന് ക്യാരി ചെയ്ത് കളിക്കുന്ന ആ ഒരു ഇൻറ്റൻറ്റുള്ള ഒരു പ്ലെയറാണ് വിപിൻ മോഹനൻ. ഇവിടെയാണ് ഡേവിഡ് കറ്റാലയുടെ പുതിയ സിസ്റ്റം റീബിൽഡ് ആവുന്നത്. അതായത് നമ്മുടെ റൗളിംഗ് ബോർജസ് എന്ന് പറയുന്ന പ്ലെയർ ഉണ്ടല്ലോ, അദ്ദേഹം കൃത്യമായിട്ടുള്ള ആ ഒരു പൊസിഷനിൽ തന്നെ കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളൊരു കാര്യം അവിടെ ഏറ്റവും ക്രൂഷ്യലാണ്. ഇപ്പം അറ്റ് എ ടൈം വിപിൻ മോഹനൻ പന്തെടുത്തുള്ളിലേക്ക്, വിപിൻ മോഹനൻ്റെ കളി തന്നെ അങ്ങനെയാണ്, മധ്യനിരയിലും അതുപോലെ തന്നെ ആ ഒരു ഡിഫൻസീവ് മിഡിലും ഒരേപോലെ ഹാൻഡിൽ ചെയ്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു താരം തന്നെയാണ്. അപ്പോൾ പന്ത് തൻ്റെ കൈവശം കിട്ടുമ്പോൾ ഒരു 3-4 സ്റ്റെപ്പ് അകത്തേക്ക് വെച്ച് ഉള്ളിലേക്ക് ചെന്ന് കട്ട് ബാക്ക് ചെയ്ത് പാസ് കൊടുക്കുക, തിരിച്ച് വോൾ പാസ് കളിക്കുന്ന ആ ഒരു ഗെയിം സ്റ്റൈലാണ് വിപിൻ മോഹനിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതേ സംഭവം തന്നെ രാഹുലും വിപിൻ്റെയും തമ്മിലൊരു വോൾ പാസ് ഗോളൊക്കെ നമ്മൾ കണ്ടാണ്. എന്തായാലും ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള പോസിറ്റീവ് റിഫ്രഷ്നീവ്നെസ് വരുന്ന 2 ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിലുള്ളത്. ഒന്ന് റൗളിംഗ് ബോർജസും മറ്റൊന്ന് വിപിൻ മോഹനനും. ഇവർ രണ്ടുപേരുടെ കെമിസ്ട്രി തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിൽ വർക്കൗട്ട് ആവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ പുതിയൊരു ജർമ്മൻ താരവും കൂടി മുന്നേറ്റ നിരയിലേക്ക് വരികയാണ്. അതായത് അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനായിട്ടാണ് ഇദ്ദേഹത്തെ ടീമിൽ എത്തിച്ചിട്ടുള്ളത്. പറയുന്നത് മാർലോൺ റൂസിനെ കുറിച്ചാണ്. ബ്ലാസ്റ്റേഴ്സ് നിരയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വിദേശ കളിക്കാരനാണ് ഇദ്ദേഹം. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പെർഫോമൻസ് തന്നെ നമ്മൾ ഇദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 5-6 സീസൺ മുമ്പ് നമ്മുടെ ഒരു സ്ക്വാഡിൽ ഉണ്ടായിരുന്ന ഒരു താരമായിരുന്നു നമ്മുടെ മാർക്ക് സിഫിനിയോസ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് സിമിലർ ആവുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഈ പറയുന്ന മാർലോൺ റൂസ്. അപ്പോൾ അത്രയും നേരം 90 മിനിറ്റ്സ് കളിക്കാൻ അത്രയും കേപ്പബിൾ ആകുന്ന ഒരു താരമായിട്ടാണ് ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത്. ഇദ്ദേഹം ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ ഒന്നുമല്ല, പന്തെടുത്ത് ക്യാരി ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ഒന്നുമല്ല. ക്വിക്കായിട്ട് വരുന്ന പാസുകളെല്ലാം ഡൈവേർട്ട് ചെയ്ത് 0 പോയിന്റ് ആംഗിളിൽ നിന്നൊക്കെ ഡയറക്റ്റ് പാസ് കൊടുക്കുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് കഴിഞ്ഞ ട്രെയിനിങ് ക്യാമ്പ് വിഷ്വൽസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി അവസാനമായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിലേക്ക് വരികയാണെങ്കിൽ റൈറ്റ് വിങ്ങിൽ മലയാളി താരമായിട്ടുള്ള നിഹാൽ സുദേശും ലെഫ്റ്റ് വിങ്ങിൽ ഫ്രഞ്ച് താരമായിട്ടുള്ള കെവിൻ യോക്കയുമാണ്. കെവിൻ യോക്കയെക്കുറിച്ച് തീർച്ചയായിട്ടും എടുത്തു പറയാതിരിക്കാനേ വയ്യ. എതിരാളികൾക്ക് വലിയൊരു ചലഞ്ചാണ് ഇദ്ദേഹം. കാരണം ഇദ്ദേഹത്തിൻ്റെ ഫിസിക് ഉപയോഗിച്ച് തന്നെ ഭയങ്കര പൊട്ടൻഷ്യലി ഉള്ളൊരു മൂവ്മെൻറ്റും ബോഡി ഇട്ട് കളിച്ച് മധ്യനിരയിലേക്ക് ഇറങ്ങി വന്ന് അപകടം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു സെറ്റ് ഓഫ് ഗെയിം പ്ലേ ആണ് കഴിഞ്ഞ ഫ്രണ്ട്ലി മത്സരത്തിലൊക്കെ നമുക്ക് ഇദ്ദേഹത്തിൽ നിന്നും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു മെൻറ്റർ എന്നതിനുപരി എതിരാളികളുടെ ഒരു ചലഞ്ചർ കൂടിയാണ് ഇദ്ദേഹം. ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഇതുവരെയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ റിക്രൂട്ട്മെൻറ്റുകളിൽ റീപ്ലേസ്മെൻ്റ് ആയിട്ട്, അതായത് ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞയച്ച താരങ്ങളിൽ എനിക്കൊരു റീപ്ലേസ്മെൻറ്റിൽ മികച്ചതായിട്ട് തോന്നിയ അത് ഈ ഒരു ലെഫ്റ്റ് വിങ്ങിലെ കെവിൻ യോക്കയാണ്. അതായത് നോഹ സദോയ്ക്ക് തക്കതായിട്ടുള്ളൊരു റീപ്ലേസ്മെൻറ്റ് തന്നെയാണ് കെവിൻ യോക്കെ. ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ എലോൺ സ്ട്രൈക്കറായിട്ട് 4-2-3-1 എന്ന ഫോർമേഷനിൽ എലോൺ സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന സ്പാനിഷ് താരമാണ് നമ്മുടെ വിക്ടർ ബെർട്ടോമിയോ. നമുക്കറിയാം ഇന്നേ വരെ ബ്ലാസ്റ്റേഴ്സിൽ വന്നിട്ടുള്ള സ്പാനിഷ് സ്ട്രൈക്കർമാരൊക്കെ ഭയങ്കര മാസസീവ് പെർഫോമൻസ് ആണ് ടീമിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ആരാധകരുടെ ഹൃദയത്തിലും വളരെ സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിനും തുടർന്ന് ഇനി ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെ നമ്മൾ ആശിക്കുകയാണ്. സോ അപ്പോൾ എന്തായാലും ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു പോസിബിൾ ലൈനപ്പ് എന്ന് പറയാൻ. സോ നിലവിലെ ISL സിറ്റുവേഷനും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പോസിബിൾ ലൈനപ്പ് മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പിക്കപ്പിലുള്ള ലൈനപ്സുകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു ദിവസം ഇതിൽ നല്ല വീഡിയോ വരുമ്പോഴത്തേക്കും സീരീസ് ഫുട്ബോൾ വീണ്ടും എത്താം. ബൈ.